പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മുടെ ഇബ്ലീസ് ത്വരീഖത്തിലെ മറ്റൊരു കണ്ണിയാണ് സമദ് മൗലവി. ആ സമദ് മൗലവിക്ക് എന്തോ പറയാനുണ്ട്, ഭയങ്കര കലിപ്പിലാണ്. അദ്ദേഹം പറയട്ടെ. എന്താ ഇമാമിങ്ങൾ പഠിപ്പിച്ചത്? എവിടെ നിന്ന് ബിരുദെടുത്ത് ഇറങ്ങി വരിക? ഏത് കോളേജിലാ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്? ഇവലൊക്കെ റൂമിൽ കാണോ കുറെ കിതാബൊക്കെ ഇങ്ങനെ മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത് സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാർ. കഴുതകളാണ്. ഞാൻ പറഞ്ഞല്ല, കിതാബ് കയ്യിലുണ്ടെന്ന് ആ കിതാബ് തുറന്നു നോക്കിയത്തെ കാര്യം മനസ്സിലാക്കണില്ല. ഭയങ്കര കലിപ്പിലാണ്, ഭയങ്കര കലിപ്പ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമദ് മൗലവിക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട്. എന്ത്? പേരോട് ഉസ്താദ്, അതുപോലെ തന്നെ പൊന്മുള ഉസ്താദൊക്കെ ഇങ്ങനെ മസ്അല പറയുമ്പോൾ അല്ലെങ്കിൽ വാള് പറയും, കിതാബൊക്കെ നോക്കി കിതാബിൻ്റെ നമ്പറൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാള് പറയുന്നതിനൊക്കെ അതുപോലൊക്കെ പറയാൻ നമ്മുടെ ഈ സമദ് മൗലവിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ചെന്ന് പെട്ടത് ഇബ്ലീസ് ത്വരീഖത്തിലാണ്. അതിൽ തണുത്ത് വറച്ച് പുതപ്പ് മൂടി നടക്കുന്ന ഇദ്ദേഹത്തിന് അളിയൻ സഫീഹാകുന്ന ഒരു കോമാട്ട് ചാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാനും അദ്ദേഹത്തിൻ്റെ കാല് മുത്താനും കയ്യ് മുത്താനും നെറ്റിത്തടം മുത്താനും അതിന് മാത്രമേ ഈ ബറ്റങ്ങൾക്ക് നേരമുള്ളൂ. അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് ആ കിതാബുകൾ നോക്കിയിട്ട് മസ്അല പറയാനും വാള് പറയാനും സമയം കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കി പറയുന്ന ആളുകളോടുള്ള ഒരു കുശുമ്പും ഒരു കുന്നായ്മയാണ് ഇപ്പോൾ കണ്ടത്. ഏതായിരുന്നാലും മൂപ്പര് ബാക്കി വിഷയം പറയുന്നത്, എന്തിനാണ് മൂപ്പര് ഇങ്ങനെ റൈസായി വരുന്നത് എന്നുള്ളത്. ബീദനാടെ ഫത്തുൽ മീനും ചെറിയ കിതാബ് ഓതൂലേ, ആ കിതാബിൽ വരെ കാണാൻ തക്ബീറു യദിൽ ഗൈരി ഔ റഅസിഹി ഔ റിജ്ലിഹി ഇൻ കാന ലിസുഹ്ദിഹി ഔ സ്വലാഹിഹി ഔ ഇൽമിഹി ഔ ശറഫിഹി ഔ സിയാനതിഹി ഔ നഹ്വിഹാ മിനൽ ഉമൂരി ദീനിയ ഫമുസ്തഹബ്ബുൻ. മശായിഖന്മാർ സ്വാലിഹീങ്ങൾ അവരുടെ കയ്യോ തലയോ കാലോ ഒക്കെ ചുംബിക്കൽ സുന്നത്താണ്. ഇത് കിതാബിലൊക്കെ ധാരാളം, ഇത് ഇന്ന് എഴുതിണ്ടാക്കിയല്ല, എല്ലാ കിതാബിലുള്ളതാണ്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഒരു മസ്അല അങ്ങനെ മൂപ്പര് കണ്ടെത്തി പറഞ്ഞു. എന്തിനാ ഇപ്പോൾ പറഞ്ഞ വിഷയം? അത് കോമാട്ട് ചാലിൽ അബ്ദുള്ള എന്ന ആളുടെ കാല് മുത്തിയതുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ അതിനാണ് മൂപ്പര് തെളിവ് കണ്ടെത്തിയത്. ഫതുഹുൽ മൊഹീനിൽ നിന്ന് കാലും കൈയൊക്കെ സ്വാലിഹീങ്ങളുടേത് അവരുടെ ഇൻകാനലി സുഹുദിഹി, അവരുടെ സുഹുദ് കാരണം അല്ലെങ്കിൽ ഷറഫ് കൊണ്ടൊക്കെ നമുക്ക് അതിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് ബറക്കത്തെടുത്തുകൊണ്ട് കാലും കൈയൊക്കെ മുത്താം എന്ന് ഫതുഹുൽ മൊഹീനിൽ നിന്നൊരു മസ്അല കണ്ടെത്തിയിരിക്കുകയാണ്. മാഷാ അല്ലാ. സംഗതി പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ഒരു വലിയ വിഷയം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ട് കാര്യം ഇവിടെ വിഷയമുണ്ട്. ഒന്ന്, ആ മുത്തപ്പെടുന്ന ആള് അദ്ദേഹത്തിന് ഷറഫുണ്ടായിരിക്കണം. രണ്ടാമത്തേത്, സുജൂദിൻ്റെ ഹദ്ദിലേക്കോ റുക്കോയിൻ്റെ ഹദ്ദിലേക്കോ ഒക്കെ പോകുന്ന തരത്തിൽ കുനിഞ്ഞുകൊണ്ട് മുത്താനോ ചുംബിക്കാനോ ഒന്നും പാടില്ല. കാരണം അള്ളാഹു അല്ലാത്ത ഏതൊരു മഖ്ലൂക്കിലേക്കും റുക്കോയിൻ്റെ ഹദ്ദിലേക്കോ അതല്ലെങ്കിൽ സുജൂദിൻ്റെ ഹദ്ദിലേക്കോ ഒക്കെ പോയിട്ട് കുനിഞ്ഞ് നിൽക്കുക എന്നുള്ളത് അത് താലീമിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിലേക്കുള്ള താലീം കൊടുക്കൂലേ, അള്ളാഹുവിനെ താലീം ചെയ്യുന്നത് പോലെയുള്ളൊരു താലീമാണെങ്കിൽ അത് കുഫ്രാണ്. അല്ല, അള്ളാഹുവിലേക്കുള്ള താലീം പോലെയുള്ള താലീമൊന്നുമല്ല എങ്കിൽ അത് ഹറാമാണ് എന്നാണ് മസ്അല. ഇത് നിരവധി കിതാബുകളിലുണ്ട്. ആ കിതാബിൻ്റെ ഉദ്ധരണി നമുക്ക് വായിക്കാം. അപ്പോൾ ഇതാണ് മസ്അല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇദ്ദേഹം പറയുന്നത് പോലെ ഈ കോമാട്ട് ചാലിൽ അബ്ദുല്ലാഹി എന്ന ആളുടെ കാല് മുത്തുമ്പോൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എന്ന് തന്നെ പറയണം. ഒന്നാമത്, കോമാട്ട് ചാലിൽ അബ്ദുല്ലാന്റെ കാല് മുത്തുക എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ഷറഫുമില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ചാനലിൽ തന്നെ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. മഹാന്മാരായ ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയൊക്കെ പച്ചക്ക് തെറി വിളിക്കുന്ന കോമാട്ട് ചാലിൽ അബ്ദുള്ളക്ക് എന്ത് ഷറഫാണുള്ളത്? പിന്നെ അയാളുടെ കാല് മുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഗ്ലോബൽ വില്ലേജിലൊക്കെ പോകാൻ കഴിയാത്ത ചില സാധുക്കളുണ്ടാവും. ഗ്ലോബൽ വില്ലേജിലൊക്കെ വലിയ സംഭവമാക്കിയിട്ട് പ്രേമിച്ച് നടക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അതിലേക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ, അതിനോടുള്ള മഹബത്ത് കൂടിയിട്ട് ചിലപ്പം ഇയാളുടെ കാലം മുത്തുന്നതായിരിക്കും. ഏതുപോലെ ഒരു പാട്ടുണ്ടല്ലോ, അമുറു അല ദിയാരി ദിയാരി ലൈല ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ ഒമാ ഹുബ്ബു ദിയാരി ഷഗഫുന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. ലൈലാനോടുള്ള പ്രേമം മൂത്തിട്ട് ആ ലൈലാൻ്റെ വീടിൻ്റെ മതിലിനോട് ചുംബിച്ച സംഭവം പറയുന്നൊരു പാട്ടുണ്ട്. എന്നിട്ട് പറയണം, ഒമാ ഹുബ്ബു ദിയാരി ഷഗഫുന ഖൽബി. ഈ പറയുന്ന കോമാടനോടുള്ള ഈ മഹബത്തും ഈ വലിയ ഈ സുഹൂദും ഷറഫൊന്നും അല്ല ഞാനിങ്ങനെ ചുംബിക്കാനുണ്ടായ കാരണം.
പിന്നെയോ വലാക്കിൻ ഹുബ്ബു മൻ സക്കന ദിയാറ, ഞാൻ ഈ പറയുന്ന ഗ്ലോബൽ വില്ലേജിൽ വല്ലാണ്ട് മഹബത്ത് വെച്ച ആളാണ്, അതുകൊണ്ട് തന്നെ അതിലൂടെയൊക്കെ ഇങ്ങനെ ഉലാത്തിയ ഈ കാലല്ലേ, ആ ഗ്ലോബൽ വില്ലേജിനോടുള്ള സ്നേഹമാണ് ഞാൻ ഈ തീർക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു പാട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ പാടാൻ കഴിയും. അതല്ലാണ്ട് ഈ പറയുന്ന ഈ കോമാട്ടുചാലിൽ ഔലാക്ക് വലിയ ഷറഫുണ്ടെന്നും നമ്മൾക്കാർക്കും വിശ്വാസമില്ല. പിന്നെ അപ്പോൾ അദ്ദേഹത്തിന് ചുംബിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല. പിന്നെ ഇനി അല്ലാത്ത ആളുകൾക്ക് തന്നെ, ഷറഫുള്ള ആളുകളെ തന്നെ ചുംബിക്കുകയാണെങ്കിൽ തന്നെ അവിടെ റുക്കോയിൻ്റെ ഹദ്ദിലേക്ക് പോകാൻ പാടില്ല. റുക്കോയിൻ്റെ ഹദ്ദിലേക്കോ സുജൂദിൻ്റെ ഹദ്ദിലേക്കോ ഒക്കെ പോകുന്നത് അത് അള്ളാഹിനോടുള്ള തഅലീമ് പോലെ അല്ലെങ്കിലും അത് ഹറാമാണ് എന്നുള്ളതാണ് മസ്അല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇനി സമദ് പറഞ്ഞു, എന്നാൽ മശായിഖന്മാരെ സന്നിധിയിൽ ചില മുഹിബീങ്ങൾ വന്ന് അവരെ കാലുമുത്തും അവരെ കയ്യുമുത്തും, എന്നിട്ട് അങ്ങനത്തെ വീഡിയോ പ്രദർശിപ്പിച്ചിട്ട് പറയാ, താടിക്ക് കൈ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമുണ്ടോ? വിഷമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൗഹീദ് ഉണ്ട്. ഇല്ലേ, നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞു പോയി. എന്നാൽ ആ തൗഹീദാണ് വ്യക്തമായ വഹാബിസം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. മഹാന്മാരുടെ കാലുമുത്തുന്നതും മഹാന്മാരുടെ കൈ ചുംബിക്കുന്നതും തല ചുംബിക്കുന്നതൊക്കെ എതിർക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമാണല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയങ്ങളില്ലെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ പിന്നെ തർക്കമൊന്നുമില്ല. അല്ലാത്ത മഹാന്മാരുടെ സദസ്സിൽ സുജൂദിൻ്റെ ഹദ്ദിലേക്കോ റുക്കുവിൻ്റെ ഹദ്ദിലേക്കോ ഒന്നും പോകാതെ കോമാട്ടുചാലിൽ അബ്ദുള്ള അല്ലാത്ത ഒരു മഹാനാണെങ്കിൽ അവരെ ചുംബിക്കലും അതൊക്കെ സുന്നത്തായ കാര്യമാണല്ലോ. അതിനെ എതിർക്കുന്നവൻ വഹാബിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി ഏത് മഹാനെയാണ് ഈ പറയുന്ന സമദ് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഓക്കെ, ഇതിനെ എതിർക്കണം സമതെ, ഇതിനെ എതിർത്തേ പറ്റുള്ളൂ. ഇതിനെ എതിർക്കുന്ന വഹാബിയാണെങ്കിൽ ഞങ്ങളെല്ലാവരും വഹാബിയായിട്ടുണ്ട് കൂട്ടിക്കോ. കാരണം രണ്ട് കാര്യങ്ങൾ ഇവിടെ തെറ്റായിട്ട് പറയാൻ പറ്റും. ഒന്നാമത് അത് കോമാടൻ ഔലയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, കാരണം അദ്ദേഹത്തിന് ഷറഫില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, സുജൂദിൻ്റെ ഹദ്ദിലാണ് പോയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കാലുമുത്തുന്നത്. ഇനി ഈ മുത്തപ്പെടുന്ന ഒരാൾ മഹാനാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ, ഇദ്ദേഹം മഹാനാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ കാലുമുത്തുക കൈമുത്തുക എന്നുള്ളതൊക്കെ മുസ്തഹബാണെന്നാണല്ലോ, ലി സുഹദിഹി ഔ ലി ശറഫിഹി. ആ സുന്നത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹറാമ് ചെയ്യാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സാധുവായ മനുഷ്യൻ, അദ്ദേഹത്തിനക്ക് പണമൊന്നുമില്ല, ഒരു പാവപ്പെട്ട ഒരു അതിദരിദ്രനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉംറ ചെയ്യാൻ വലിയൊരു ആഗ്രഹം. ഉംറ ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണല്ലോ. അപ്പം ആ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, അപ്പുറത്തെ വീട്ടിലത്തെ ഒരാളുടെ പൈസ മോഷ്ടിച്ച് കളവ് നടത്തിയിട്ട് അയാൾ ഉംറക്ക് പോയി. ഇപ്പം എന്ത് സംഭവിച്ചു, ഒരു സുന്നത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ഹറാമ് ചെയ്തു. ഇതുപോലെയാണ് ഇവിടെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാന്മാരുടെ കാലുമുത്തുക മഹാന്മാരുടെ കൈമുത്തുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. പക്ഷേ ആ സുന്നത്ത് എടുക്കാൻ വേണ്ടിയിട്ട് റുക്കൂ ചെയ്യലും അതല്ലെങ്കിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത് അത് ഹറാമാണ്. ഇതാണ് മസ്അല. ഇതാണ് ഇവിടെ, ഇതുകൊണ്ടാണ് ഈ എന്ത് പറയുന്നത് ഉസ്താദുമാർ എതിർക്കുന്നത്. ഇതുകൊണ്ടാണ് ഇങ്ങനെ കാൽ ചുംബിക്കരുത് എന്ന് പറയുന്നത്, ഇങ്ങനെ കൈ ചുംബിക്കരുത് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്നത് ഏത് ഉസ്താദാണ്, ആ ഉസ്താദ് എതിർക്കാനുണ്ടായ കാരണം ഇവിടെ ഒരു സുജൂദിൻ്റെ ഹദ്ദ് വന്നു എന്നുള്ളതാണ്, അല്ലാതെ കാലുമുത്തുക എന്നുള്ളതല്ല പ്രശ്നം. മനസ്സിലായോ? ഈ രീതിയിൽ കാലുമുത്തുക എന്നുള്ളതാണ് എതിർക്കുന്നത്. അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. മഹാനായ ബഹുമാനപ്പെട്ട ഇമാം ഷെർവാനി ഇമാം അവിടുത്തെ ഹാഷയിൽ, തുഹ്ഫൻ്റെ ഹാഷയിൽ 9-ാം വാള്യം 91-ഉം 92-ലും കൂടെ നോക്കിയാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മഹാനവറുകൾ അവിടെ പറയുന്നുണ്ട്, അതിൽ കാണാം, അന്നൽ ഇത്തിയാന ബി സൂറത്തി റുക്കൂഇലിൽ മഖ്ലൂഖി ഹറാമുൻ. ഇത് ഷമായിലിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളുടെ വ്യക്തമായ ഇബാറത്താണ്.
അത് മഹാനുകളിലൂടെ നഖൽ ചെയ്തതാണ്. അമ്മാമാ ജറത്ത് ബിഹിൽ ആദത്തു മിൻ ഖഫ്ലിർ റഅസി വൽ ഇൻഹിനാഇ ഇലാ ഹദ്ദിൻ ലാ യസിലു ബിഹി ഇലാ അഖല്ലി റുകൂഇ ഫലാ കുഫ്ര ബിഹി വലാ ഹുർമത അയ്ളൻ ലാകിൻ യംബഗി കറാഹത്തുഹു. ഈ പറഞ്ഞു വന്നത്, ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ തഅലീമിന് വേണ്ടിയിട്ട്, അള്ളാഹുവിനോടുള്ള തഅലീമ് പോലെയുള്ള തഅലീമൊന്നുമല്ല, അല്ലാതെ തന്നെയുള്ള ഒരു തഅലീമിന് വേണ്ടിയിട്ട് റുക്കോയിൻ്റെ ഹദ്ദിലേക്ക് പോവുകയാണെങ്കിൽ അത് ഹറാമാണ്. അല്ല, റുക്കോയിൻ്റെ ഹദ്ദിലേക്കൊന്നും, അഖല്ലു റുക്കോയിലേക്കൊന്നും പോയിട്ടില്ല. എന്നാൽ ഫലാ കുഫ്ര ബിഹി, അതുകൊണ്ട് കുഫ്റൊന്നും വിധിക്കാൻ പറ്റൂല, വലാ ഹുർമത്ത് അയ്ളൻ, ഹറാമോ ആണെന്ന് പറയാൻ പറ്റൂല, ലാക്കിൻ യംബഗി കറാഹത്തു, അത് കറാഹത്താണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒന്ന് തലകുനിക്കൽ പോലും ഹറാമാണ്, കറാഹത്താണ്. അപ്പം ആ ഒരു അവസ്ഥ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട ഈ സുജൂദിൻ്റെ ഒരു രൂപം, സുജൂദിൻ്റെ ഹദ്ദിലേക്ക് വരെ പോയിട്ട് കാലുമുത്തുന്നതിനെ അത് ഹറാം അല്ലെങ്കിൽ പിന്നെ എന്താണ് ഹറാം? അതിനെ എന്തായാലും എതിർക്കപ്പെടേണ്ടതല്ലേ. അതുകൊണ്ടാണ് അൻസാരി ഉസ്താദ് അവിടെ എതിർത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതിൻ്റെ ഒക്കെ വൽഹ പറഞ്ഞാൽ കൈമുത്തലും, മഹാന്മാരുടെ കൈമുത്തലും കാലുമുത്തലും അതല്ലെങ്കിൽ തലമുത്തലൊക്കെ സുന്നത്തായ കാര്യമാണ്. പക്ഷേ ഈ സുന്നത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹറാമ് ചെയ്യാൻ പാടില്ല. എന്താണ് ആ ഹറാമ്? അവരുടെയൊക്കെ മുമ്പിൽ പോയിട്ട് കുനിഞ്ഞു നിൽക്കുക, ഇൻഹിന എന്ന് പറയും, അത് ഹറാമാണ്. അപ്പോൾ കുനിഞ്ഞു നിന്ന് ഒരു അഖല്ലു റുക്കോയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ അത് കറാഹത്താണ്. അല്ല, റുക്കോയിൻ്റെ ഹദ്ദിലേക്ക് എത്തിക്കഴിഞ്ഞാലോ അത് ഹറാമാണ്. സുജൂദിൻ്റെ ഹദ്ദിലേക്കൊക്കെ എത്തിയാൽ എന്തായാലും ഹറാമാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഒരു ഹറാമ് ചെയ്തിട്ട് ഈ പറയുന്ന കയ്യും കാലൊന്നും മുത്താൻ പോകണ്ട. അല്ലാത്ത രീതിയിൽ നമുക്ക് സൗകര്യപ്പെടുകയാണെങ്കിൽ ആ സുന്നത്തെടുത്താൽ മതി, അത്രേ ഉള്ളൂ. അതിന് ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു, കഴിവുണ്ടാകുമ്പോൾ നമുക്ക് സുന്നത്തായ ഉംറയൊക്കെ ചെയ്യാം. ഒരു കഴിവില്ലാത്ത ആൾ മറ്റ് അന്യൻ്റെ മുതൽ കവർച്ച നടത്തിക്കൊണ്ട് നമ്മൾ ഉംറക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. അത് ഹറാമിലൂടെ ഒരു സുന്നത്ത് എടുക്കുന്നത് പോലെയാണ് ഇപ്പം ഈ പറയുന്ന കുനിഞ്ഞ് കുമ്പിട്ട് റുക്കുവൊക്കെ ചെയ്തിട്ട് ഈ പറയുന്ന സുന്നത്ത് വലിയ ഹറാമാകുന്ന അന്യൻ്റെ മുമ്പിൽ, ഒരു മഖ്ലൂക്കിൻ്റെ മുമ്പിൽ പോയിട്ട് റുക്കുവും സുജൂദൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിനെ ചുംബിക്കുന്നത്. കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായിരുന്നില്ല, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സമദിനെ തന്നെ നമുക്ക് വിളിക്കാം. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്.